നമുക്ക് കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചുമരൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ക്രാഫ്റ്റ് പ്ലേ സ്കൂൾ ടീച്ചർമാർക്കും അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്കും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അതുപോലെ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് അവരുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് അതിലൊരെണ്ണം എടുത്ത് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. അതിനുശേഷം നമുക്ക് അതിന് മുന്നേ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ആകൃതി വരച്ചിട്ട് നമ്മളൊരു ചെറിയൊരു കാർഡ്ബോർഡ് പേപ്പറിലോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെട്ടി വെക്കണം കേട്ടോ. എങ്കിലാണ് എല്ലാ പേപ്പറിലും ഒരേ അളവിലും ഒരേപോലെ നമുക്ക് ആ ബട്ടർഫ്ലൈസ് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കളർ പേപ്പർ A4 സൈസാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറക് വെച്ചിട്ട് വെട്ടിയെടുക്കുന്നത്. ഞാനൊരു 7 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് എല്ലാ പേപ്പറിലും നമ്മൾക്ക് ഇതേപോലെ വരച്ചെടുത്തിട്ട് ഒരുമിച്ച് വെച്ച് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി പണി എളുപ്പമായിരിക്കും. അങ്ങനെ ഇതാ ഒരു ബട്ടർഫ്ലൈ ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൊമ്പ് വെച്ച് കൊടുക്കണ്ടേ? അതിനു വേണ്ടി നമുക്ക് ഈ ബട്ടർഫ്ലൈയുടെ വെട്ടിയിട്ട് ബാക്കിയുള്ള പേപ്പറില്ലേ അതിൽ ആ ബട്ടർഫ്ലൈയുടെ മോൾ വശം നമ്മൾ വെട്ടിയിട്ടില്ലേ, ആ ഒരു റൗണ്ട് ഇല്ലേ, അതിൻ്റെ നമുക്കൊരു സൈഡിൽ കൂടെ ചെറിയ സ്ട്രിപ്പുകളായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അത് കൊമ്പ് പോലെ ആക്കാനായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിതാ അതിൻ്റെ മുകളിലേക്ക് പശ തേച്ചതാ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു റൗണ്ട് വരുന്ന ആ കൊമ്പിൻ്റെ ആകൃതിയിൽ ആ ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് മറച്ചും തിരിച്ചൊക്കെ ആയാലും കുഴപ്പമില്ല, ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കൊമ്പൊട്ടിച്ചു കൊടുത്ത ആ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിൻ്റെ എന്തെങ്കിലും ഒരു അപകട അല്ലെങ്കിൽ ഒരു വൃത്തികേട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് വെട്ടിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ചുമരിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ പീസ് മതി. നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ മുകളിലത്തെ ചിറകിൽ 2 എണ്ണം, അതുപോലെ താഴത്തെ ഉള്ള ചിറകില് അതിലും ആ ഏറ്റവും മൂലയ്ക്ക് അത് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇടവശത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാ ബട്ടർഫ്ലൈയിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബട്ടർഫ്ലൈയും ഞാൻ ഇവിടെ വെട്ടി. ഇനി അതിൻ്റെ കൊമ്പ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി എനിക്ക്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ ചുമരിൽ ഇതെല്ലാം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അംഗൻവാടികളിലും അതുപോലെ പ്ലേ സ്കൂളുകളിലും ഒക്കെ ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഒട്ടിച്ച് കണ്ടിട്ടില്ലേ? നമുക്ക് തന്നെ അതൊരു കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് നേരം മതി, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്ലേ സ്കൂൾ അംഗൻവാടി ടീച്ചർമാർക്കും അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.